ഹലോ. ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ സത്യം പറഞ്ഞാൽ നാട്ടിലോട്ട് പോകാനുള്ള എൻ്റെ ഫൈനൽ പ്രിപ്പറേഷൻസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് 3:30 ഫ്ലൈറ്റ്. പക്ഷേ രാവിലെ വെളുപ്പിന് 3 മണിക്ക് എനിക്കൊരു മെസ്സേജ് കിട്ടി, എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആണ്, 5:45 പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഷിഫ്റ്റ് ആക്ച്വലി 6 മണിക്ക് ലോഗിൻ ചെയ്യുന്നുണ്ട്. കാരണം യൂഷ്വലി ഞാനൊരു 8:30-9 ലോഗിൻ ചെയ്യുന്നത്. അപ്പം ഞാൻ 6 മണിക്ക് ലോഗിൻ ചെയ്തിട്ട് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഒരു 5 മണിക്കൂറൊക്കെ എനിക്ക് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു 11 ആകുമ്പോൾ എനിക്ക് ഇറങ്ങാമല്ലോ. അപ്പം ഞാൻ പിന്നെ ഒന്നുകൂടെ കയറി സൈഡിലൊക്കെ കയറി കൺഫേം ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റ് ഡിലേ തന്നെയാണോ എന്ന്. അപ്പോൾ ഇതുകൊണ്ട് 5:45 ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ആയിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് ചെക്കിനൊക്കെ ചെയ്തു കേട്ടോ, ഓൺലൈനായിട്ട് ചെക്ക് ഇൻ ചെയ്തു. അബുദാബി എയർപോർട്ടിൽ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിട്ട് വലിയ ഉപകാരമൊന്നുമില്ല, ബട്ട് ഞാനങ്ങ് ചെയ്തു. പിന്നെ ഞാൻ എൻ്റെ ഫൈനൽ ക്ലീനിങ്ങും പരിപാടിയൊക്കെയാണ് കേട്ടോ. മണി പ്ലാന്റിനൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചു വെയിലത്തൊന്ന്. പിന്നെ കിച്ചണൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു, പെട്ടിയൊക്കെ ഫൈനലായിട്ട് പാക്ക് ചെയ്തു, വെയിറ്റൊക്കെ നോക്കി. ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു. എന്നാലും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ വെയിറ്റ് നോക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൾമോസ്റ്റ് ഞാൻ വെയിറ്റൊക്കെ നോക്കി സെറ്റ് ചെയ്ത് വെച്ചേട്ടോ. പോകുന്നതിന് കുറച്ച് മുന്നേ ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു, കുറച്ച് ഫ്രഷ് എയറൊക്കെ കയറട്ടെ എന്ന് ഓർത്ത്. കാരണം ഇനി ഒരു മാസത്തേക്ക് അടച്ചിടുവാണല്ലോ. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ലോഗ് ഔട്ട് ചെയ്തു. അതിനോട് ഇടയ്ക്കാണ് കേട്ടോ ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തത്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ടും വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ടും വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എയർപോർട്ടിലെത്തി ആകെ ടെൻഷൻ ആയതുകൊണ്ട് കുറേ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. നാട്ടിലെത്തി ഞാൻ സത്യം പറഞ്ഞാൽ രാത്രി 11 മണി കഴിഞ്ഞു കേട്ടോ എത്തിയപ്പം. പിന്നെ പിറ്റേന്ന് രാവിലെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്, കോട്ടയത്തോട്ട്. അപ്പോൾ ഓൺ ദ വേ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കൊന്ന് നിർത്തി ചായയും പരിപ്പുവടയൊക്കെ കഴിക്കാമെന്ന് ഓർത്തു കേട്ടോ. ഇവിടെ നല്ല പരിപ്പുവട കിട്ടും. സത്യം പറഞ്ഞാൽ അബുദാബിയിലും ഒന്നും ഞാൻ നല്ല പരിപ്പുവട അങ്ങനെ കഴിച്ചിട്ടൊന്നുമില്ല. എവിടെ നിന്ന് കഴിച്ചാലും ഒരുമാതിരി തണുപ്പ്, ഒരു സുഖമില്ലാത്ത പരിപ്പുവടയായിരിക്കും കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമുള്ള സാധനം കൂടിയാണ് പരിപ്പുവട. അപ്പോൾ പരിപ്പുവടയും ചായയും പിന്നെ ഒരു കട്ട്ലറ്റും ഒക്കെയാണ് കേട്ടോ കഴിച്ചത്. ഞങ്ങൾ വീട്ടിലെത്തി ഏകദേശം ഉച്ച ആകാറായപ്പോഴാണ് കേട്ടോ എത്തിയത്. ചെന്നപ്പോഴത്തേക്കും അമ്മ നല്ല പോർക്ക് കറി വെക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പോർക്ക് ഒരുപാട് ഇഷ്ടമൊന്നുമില്ല, എന്നാലും കഴിച്ചിട്ട് ഒരുപാട് നാളായെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പോർക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ നെയ്യൊന്നും ഞാൻ കഴിക്കത്തില്ല, ഇതിൻ്റെ ഒരു മീറ്റ് മാത്രമാണ് കേട്ടോ ഞാൻ എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ പോർക്ക് ഇങ്ങനെ അമ്മ സെപ്പറേറ്റായിട്ട് മസാലയൊക്കെ ചേർത്ത് വേവിച്ചതിന് ശേഷം പിന്നെ സവാളയൊക്കെ ഇട്ട് വഴറ്റിയിട്ടാണ് കേട്ടോ പോർക്ക് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇപ്പം നിൽക്കുന്ന വീടിൻ്റെ പരിസര ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു കേട്ടോ. മഴയും ആകെ മൂടിക്കെട്ടിയൊക്കെ കിടക്കുമായിരുന്നു. കോട്ടയത്ത് മഴയാണെങ്കിലും എന്നതാണെങ്കിലും നല്ല ആവിയാണ് കേട്ടോ. നല്ല പോലെ ചൂടല്ല, ശരിക്കും നമ്മൾ നല്ല പോലെ ആവി എടുക്കുന്നുണ്ടായിരുന്നു. കാര്യം വെയിലും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടെയും ആവിയായിരുന്നു കേട്ടോ. ഇവിടെ കുറേ കോഴിയും പിന്നെ ഒരു പൂച്ചയൊക്കെ വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ പൂച്ചേനെയും പട്ടീനെയും പെറ്റ്സിനെയൊക്കെ. പക്ഷേ എനിക്ക് ഇവരുടെ പൂടയും അലർജി ആയതുകൊണ്ട് അവരെ എടുക്കുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് തുമ്മലൊക്കെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വാങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ. പിന്നെ വീട്ടിൽ സമ്മതിക്കത്തുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ കേട്ടോ. അപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് കഴിക്കാറായി കേട്ടോ. ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് നമുക്ക് നല്ല പോർക്ക് വരട്ടിയതുണ്ടായിരുന്നു, ആവോലിയുടെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ, തേങ്ങ അരച്ച് വെച്ച മീൻകറി, പിന്നെ കുമ്പളങ്ങ ഇട്ട മോരുകറിയും പാവയ്ക്കാത്തോരനും അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് ഉച്ചയ്ക്കത്തേക്ക്. ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് വൈകുന്നേരമായി. അപ്പോഴത്തേക്കും നമ്മളൊരു ടാങ് ഇട്ട് കുടിക്കാൻ നിർത്തും കേട്ടോ. ടാങ് നിങ്ങൾ ഉണ്ടാക്കാൻ നേരത്തേക്ക് നല്ല തിക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ടാങ്ങും വെള്ളവും പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ടാങ് ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ വൈകുന്നേരം നമ്മൾ പാക്കിൽ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ സംക്രാന്തി നടക്കുന്നുണ്ട്, അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ളായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.